ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു കുക്കിംഗ് വീഡിയോയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇന്ന് നമ്മൾ കുറച്ച് ചെറിയ മത്തി വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് തോരൻ വെച്ചെടുക്കാം. അപ്പോൾ അതിനുവേണ്ടി ഇതൊന്ന് നല്ലപോലെ വെട്ടി വൃത്തിയാക്കി എടുക്കാം. മീനെല്ലാം നമ്മൾ നല്ല വൃത്തിയായിട്ട് വെട്ടി വെച്ചിട്ടുണ്ട്. ഇത് റെഡിയാക്കാൻ വേണ്ടി നമ്മളിവിടെ ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട്, 2-3-4 തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട്, കുറച്ച് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്, 7-8 പച്ചമുളക് എടുത്തിട്ടുണ്ട്, ഒരു ചെറിയൊരു ഇഞ്ചിയുടെ കഷ്ണം എടുത്തിട്ടുണ്ട്, പിന്നെ 2-3 പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ആദ്യമേ നമുക്കിതെല്ലാം ഒന്ന് മിക്സിയിലിട്ട് ചതച്ചെടുക്കാം. നമ്മളൊരു ജാർ എടുത്തിട്ട് തേങ്ങ ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇഞ്ചി ഇട്ട് കൊടുത്തു, കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തു, ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. ഇനി നമുക്കിതൊന്ന് മിക്സിയിലിട്ട് ചെറുതായിട്ടൊന്ന് ചതച്ചുകൊണ്ട് വരാം. ചതച്ചെടുത്തിട്ടുണ്ട്. ഇനിയൊന്ന് നോക്കാം. അങ്ങനെ നമ്മൾ ഐറ്റം എല്ലാം കൂടെ ചതച്ചെടുത്തിട്ടുണ്ട്. നമ്മളവിടെ ഒരു ചെറിയൊരു ചട്ടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചട്ടിയിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന സാധനമെല്ലാം ഇട്ട് കൊടുക്കാം. നമ്മളങ്ങനെ തേങ്ങയും പച്ചമുളകും ഉള്ളിയും എല്ലാം ചതച്ച് വെച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പുളി ഇട്ട് കൊടുക്കാം. ഇനി ലേശം ഉലുവപ്പൊടി ഇട്ട് കൊടുക്കാം. ലേശം ഉപ്പുപൊടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് തണ്ടോടുകൂടി കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനെല്ലാം ചതച്ച ജാറിലെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് ഇതിനകത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതെല്ലാം ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് വെട്ടി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മത്തി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ല വൃത്തിയായിട്ടെല്ലാം മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ലേശം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അങ്ങനെ നമ്മൾ വെളിച്ചെണ്ണ കൊടുത്തു. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കാം. ഇനി ഇത് നമുക്കൊന്ന് അടച്ചു കൊടുക്കാം. അപ്പോൾ ഇനി ഇതിൽ കുറച്ച് നേരം ഇരുന്ന് വേവട്ടെ. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം.
ഇനി നമുക്ക് മൂടി ഒന്ന് മാറ്റി നോക്കാം. നമ്മുടെ മീൻതോരൻ ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് തുറന്ന് വെച്ച് തീ കുറച്ച് വെച്ചിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യും. ഇത് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം, ഒരു ടേസ്റ്റിനും ഒരു മണത്തിനും വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ചെറിയ തീയിലിരുന്ന് കുറച്ച് നേരം കൂടെ റെഡിയാവട്ടെ. അങ്ങനെ നമ്മുടെ മീൻതോരൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ കുഞ്ഞു വീഡിയോ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.